നിന്നിലലിയ രചന ആഷ്ലി, അവതരണം സാലിം കരുള. ഡെലിവറി ഡേറ്റ് പറഞ്ഞതിന് മുന്നേ നെച്ചിക്ക് പെയിൻ വന്നു. അന്ന് നെച്ചിയെ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുമ്പോൾ സഹായത്തിന് എനിക്ക് വേറെ ആരുമില്ലായിരുന്നു. അപ്പോഴാ നെച്ചിയുടെ അവസ്ഥ കണ്ട് സാറാൻ്റെ തന്നെ ഞങ്ങൾക്കടുത്തേക്ക് സഹായിക്കാമെന്ന് പറഞ്ഞു വന്നത്. പിന്നെ കുഞ്ഞിപ്പെണ്ണുണ്ടായപ്പോഴും അവളെയും കൊണ്ട് വീട്ടിൽ വന്നപ്പോഴെല്ലാം ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ കൂടെ സാറാൻ്റെ ഉണ്ടായിരുന്നു. സാറാൻ്റിയുടെ ഹോമിനെ പറ്റിയും അവിടെ ഉള്ളവരെ പറ്റിയൊക്കെ ആന തന്നെയാണ് പറഞ്ഞു തന്നത്. പിന്നെ പയ്യെ പയ്യെ എനിക്ക് നിശ്ചയിക്കും ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഒപ്പം ഞങ്ങളിലൊരാളായി സാറാൻ്റി മാറി. അന്ന് ദയവായിട്ടാണ് സാറാൻ്റി അവളെ കൊണ്ടുവന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു ചിരിയോടെ പറഞ്ഞ് പിന്നെ നിർത്തിയതും ശിവ അവനെ നോക്കി. സാർ അവനും നീയക്കുമൊക്കെ എത്ര പ്രിയപ്പെട്ടതാണെന്ന് അവൻ്റെ വാക്കുകളിൽ ശിവക്ക് മനസ്സിലായി. ഫ്ലാറ്റിന് താഴെയുള്ള ലോബിയിലിരുന്ന് സംസാരിക്കുകയാണ് ശിവനും വീഴും. വിനുവിനെ തനിച്ച് കിട്ടിയ സമയം നോക്കി സാറാൻ്റിയെ പറ്റി വിനുവിന് അറിയാവുന്ന കാര്യങ്ങൾ ചോദിക്കുകയായിരുന്നു ശിവ. എന്നാൽ ശിവക്ക് സാറയെ പറ്റി തോന്നിയ സംശയങ്ങളൊന്നും തന്നെ ശിവ വിനുവിനോട് പറഞ്ഞില്ല. ഈശ്വര, ദേണ്ട എൻ്റെ പെങ്ങളും അളിയനും വരുന്നു. പെട്ടെന്ന് ഇരുന്നേർന്നും എഴുന്നേറ്റ് വിനു പറഞ്ഞതും അവൻ നോക്കിയിടത്തേക്ക് ശിവയെ നോക്കി. അപ്പോൾ കണ്ട് ഫ്ലാറ്റിൻ്റെ ഗേറ്റ് കിടന്ന് വരുന്ന ആൽഫിയെയും പിന്നെ കുഞ്ഞിപ്പെണ്ണിനെയും. ഇനി ഞാനിവിടെ നിങ്ങളുടെ കൂടെ നിന്നാൽ ശരിയാവില്ല. ശിവേട്ടാ, ഞാൻ പോട്ടെട്ടോ എന്നും പറഞ്ഞ് വിനു അകത്തേക്ക് ലിഫ്റ്റ് ലക്ഷ്യമാക്കി ഒറ്റ ഓട്ടായിരുന്നു. ഈ പോട്ടനൊരു ദിവസം നീയെ പോക്കൂ. അന്ന് ഇവൻ്റെ ഓട്ട മത്സരം ഒന്നിച്ച് തീരും. വിനുവിൻ്റെ ഓട്ടം കണ്ട ശിവ ചിരിയോടെ പറഞ്ഞു. എന്താടാ അൽഫി, എന്തു പറ്റി? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എൻ്റെ മുഖത്തിന് ഒരു കുഴപ്പമില്ല, നിന്റെ കണ്ണിനാവും കുഴപ്പം. മുൻപിന്ന് മാറപ്പൂല്ലേ, എനിക്ക് പോണം. കുഞ്ഞിനെയും തോളിൽ കിടന്ന് സ്പീഡിൽ നടന്നു വരുന്നവനെ കണ്ട് ശിവ കാര്യം തിരക്കിയതും ആൽഫി ദേഷ്യത്തോടെ അവനെ നേരെ ചീറിയിട്ട് നേരെ അകത്തേക്ക് പോയി. ഷേടാ, ഈ വരുന്ന എന്നാ പറ്റി? ഇനി വല്ല കടന്നലും കുത്തിയോ? മൂക്കൊരു കോട്ടക്കണക്കിന് വെറുതെ ഇരിക്കുന്നല്ലോ. ആൽഫിയുടെ പോക്ക് കണ്ട ശിവ പറഞ്ഞു. അപ്പോഴേക്കും നീ അവനടുത്തേക്ക് വന്നു നിന്നു. ഇവരെന്താടി പറ്റി? നിങ്ങൾ പള്ളിയിൽ പോയ വഴി നീ പിന്നെയെ ചെറുക്കുന്നടുത്ത് പറഞ്ഞോ? ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ നീയെ കൈവിരൽ കൊരുത്ത് പിടിച്ചു. അപ്പോഴാണ് ടെൻഷനോടെയുള്ള അവളുടെ മുഖവും ശിവ ശ്രദ്ധിച്ചത്. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയടി. ശിവ വീണ്ടും ചോദിച്ചതും പള്ളിയിൽ വെച്ച് മനുവിനെ കണ്ടതും അവൾ വീഴാൻ പോയപ്പോൾ മനു കയ്യിൽ പിടിച്ചതും അത് ആൽഫി കണ്ടതൊക്കെ അവൾ പറഞ്ഞു. എല്ലാം കരുതും ശിവ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ആ ബെസ്റ്റ്, ആ മനുവിൻ്റെ കാര്യം തീർന്നു മോളെ. അതെന്താ ശിവട്ട അങ്ങനെ പറഞ്ഞേ? ഹെടി പെണ്ണെ, പണ്ട് നീ ആൽഫിയുടെ അസിസ്റ്റൻ്റായി നിന്നപ്പോൾ നമ്മുടെ കമ്പനിയിലുണ്ടായിരുന്ന ഒരുത്തൻ ലിഫ്റ്റിൽ വെച്ച് നിന്നെ കൈക്ക് കയറി പിടിച്ചത് ഓർമ്മയുണ്ട് നിനക്ക്? ആ ഓർമ്മയുണ്ട്. ഒരു കിഷോറല്ലേ, അയാളെ പിറ്റേന്ന് തന്നെ ശിവയുടെ പിരിച്ചു വിട്ടതല്ലേ? അവനെ അങ്ങ് ചുമ്മാ പിരിച്ചുവിട്ടെന്നാണോ മോൾ വിചാരിച്ചിരിക്കുന്നേ? പിന്നെ ഹേടി പെണ്ണെ, നിന്റെ കൈ കയറി പിടിച്ച അവനെ അന്ന് വൈകിട്ട് ഓഫീസ് പാർക്കിലിട്ട് പട്ടിയെ തല്ലുപോലെ തല്ലി ചച്ചു വൽപ്പി. കൂടെ അവന് വലത് കൈ കൂടെ തിരിച്ചു ഓടിച്ചു അവൻ. എന്നിട്ട് അവനെ പിരിച്ചുവിട്ടത് അറിയാമോ നിനക്ക്? ശിവ ഒരു ചിരിയോടെ പറഞ്ഞത് കേട്ടതും നീ ഞെട്ടി നിന്നു. ഈശോയെ, അന്ന് അങ്ങനെയൊക്കെ നടന്നോ? പിന്നല്ലാതെ, നിന്നെ ഒന്ന് തൊട്ടവന്റെ കൈ ഒടിച്ചവനാ ആ പോയ നിന്നെ കരിപ്പിന് ചായൻ. അപ്പൊ നിന്നെ കെട്ടാന്നും പറഞ്ഞ് പുറകെ നടക്കുന്നവനെ ഇനി അവൻ എന്ത് ചെയ്യുന്നത് കണ്ടു തന്നെ അറിയണം മോളെ നീ. ഒരു ചിരിയോടെ നീയുടെ തോളിൽ കൂടെ കൈയിട്ട് അത് പറഞ്ഞതും നീ നെഞ്ചിൽ കൈവച്ചു. അടഞ്ഞു കിടക്കുന്ന ഡോറിലേക്ക് തന്നെ കണ്ണുകൾ നട്ട് ബെഡിൽ കിടക്കുകയാണ് ലിയോൺ. രാത്രിയായി. ഈ നേരമായിട്ടും കാർത്തിക് ഇങ്ങോട്ട് വന്നിട്ടില്ല. രാവിലെ ഫുഡ് കൊണ്ടുവന്നപ്പോൾ ഇന്നും മോഡ്സ് കണ്ടതും ലിയോൺ അവളോട് ചൂടായി. അനക്കാനാവുന്ന ഇടത് കൈ കൊണ്ട് അവൾ കൊണ്ടുവന്ന ഫുഡ് തട്ടിത്തെറിപ്പിച്ചു. കുറച്ച് ദിവസത്തേക്ക് ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഡയർ ചാർട്ടേ ഫോളോ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ അവൾ ആവുന്നത് പോലെ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. എന്നാൽ കാർത്തിക തൻ്റെ ജോലിക്കാരിയാണെന്നും താൻ പറയുന്നത് നീ കേൾക്കാവോന്ന് എനിക്ക് നിന്റെ ഫുഡ് വേണ്ടെന്നൊക്കെ കിടന്ന് അലറി വെച്ചു. കാർത്തികയെ കുറിച്ച് ചീത്തയും പറഞ്ഞ് ലിയോൺ ഇറക്കി വിട്ടതാണ്. പിന്നെ അവൾ അവൻ്റെ മുറിയിലേക്ക് വന്നില്ല. ഉച്ചയ്ക്ക് ലിയോണിൻ്റെ ഫുഡുമായി വന്നത് സുഭാഷായിരുന്നു. അപ്പോൾ തനിക്ക് കഴിക്കാനൊന്നും വേണ്ടെന്ന് സുഭാഷിനോട് ദേഷ്യത്തിൽ പറഞ്ഞതും രണ്ടാമതൊന്നും ചോദിക്കാതെ സുഭാഷ് വന്ന പോലെ ഇറങ്ങിപ്പോയി. വൈകുന്നേരം ഫിസിയോ ചെയ്യാൻ വന്നപ്പോഴും ഒന്നും അധികം സംസാരിക്കാതെ സുഭാഷിന്റെ കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങ് പോയി. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് മുഴുവൻ പട്ടിണി കിടപ്പാണ് ലിയോൺ. കാർത്തികയോട് അപ്പോഴത്തെ ദേഷ്യത്തിൽ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞതിനൊരു കുറ്റബോധം ലിയോണിനുണ്ട്. അതിനു പുറമെ നല്ല വിശപ്പും. അവൾ ഒരിക്കൽ കൂടി വന്ന് ഫുഡ് വേണമെന്ന് പോലും ചോദിച്ചില്ലല്ലോ എന്നോർത്ത് ലിയോൺ ആ കിടപ്പ് കിടന്നു. താഴെ ഹാളിലാണെങ്കിൽ മനസമാധാനം കിട്ടാതെ തലങ്ങും വിലങ്ങും നടക്കുവാണ് കാർത്തിക. ലിയോണിന്റെ വഴക്കും മാട്ടും കേൾക്കുന്നത് ഇപ്പോൾ സ്ഥിരമാണ്. എന്നാൽ ഇന്ന് ഭക്ഷണം തട്ടിക്കളഞ്ഞ് തന്നെ അത്രയും ചീത്ത പറഞ്ഞ് സഹിക്കാനാകില്ല. സങ്കടത്തുണ്ട്.
ഇനി തൻ്റെ മുഖം കണ്ട് സാറൊന്നും കഴിക്കാതിരിക്കണം എന്ന് ഓർത്തിട്ടാണ് സുഭാഷേട്ടൻ്റെ കയ്യിൽ ലഞ്ച് കൊടുത്ത് വിട്ടത്. എന്നാൽ അത് സാറ് കഴിച്ചില്ലെന്ന് ഓർത്തപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. അവൾക്ക് എങ്ങനെയെങ്കിലും ലിയോണിൻ്റെ അരികെ ചെന്ന് അവൻ ഓക്കെയാണെന്ന് നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സുഭാഷ് അവളോട് കർശനമായി പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണമോ മരുന്നോ വേണമെന്ന് ഇങ്ങോട്ട് പറയാതെ ആ മുറിയിലേക്ക് വലിഞ്ഞു കയറി ചെന്നേക്കരുതെന്ന്. എൻ്റെ കൃഷ്ണ, എന്നെ ധർമ്മസങ്കടത്തിലാക്കിയല്ലോ നീ. ഇനി എങ്ങനെയാ സാറ് നോക്കിയാണെന്ന് അറിയാം. അവൾ വിഷമത്തോട് ഓർത്തു. പെട്ടെന്ന് ലിയോണിന് ഡെയിലിയുള്ള BP ബ്ലഡ് ഷുഗർ ചെക്കിങ് അവൾ ഓർത്തു. എന്നും രാത്രി പതിവുള്ളതാണത്. കാർത്തിക വേഗം ഉത്സാഹത്തോടെ അവൻ്റെ റൂമിലേക്ക് ഓടി. കഥക് തുറന്നതും കാർത്തിക കണ്ടു ഡോറിൻ്റെ സൈഡിലേക്ക് നോക്കിക്കിടക്കുന്ന ലിയോണിനെ. അവനെ കണ്ടത് കാർത്തികയ്ക്ക് ചിരി വന്നു. പെട്ടെന്ന് ഡോർ തുറന്ന് വരുന്നവളെ കണ്ടതും ലിയോണൊന്ന് മുഖം പിടിച്ചു. കാർത്തിക ഒന്നും മിണ്ടാതെ ലിയോണിൻ്റെ അരികെ ചെന്ന് അവൻ്റെ BP ചെക്ക് ചെയ്യാൻ തുടങ്ങി. അവൻ ചെറുതായെന്ന് ഒച്ച വെച്ചു. അവളത് കേട്ടപ്പോൾ അവൻ നടിച്ചില്ല. ഇന്നെന്നെ ഇങ്ങോട്ട് വരാതിരുന്നേ? സാറല്ലേ പറഞ്ഞത് ഇനി എൻ്റെ മുഖം പോലും സാറിൻ്റെ കണ്ണുമ്പിൽ വരരുതെന്ന്? അവൻ പതിയെ ചോദിച്ചതും കാർത്തിക അടിച്ചടിച്ച പോലെ അവനോട് മറുപടി പറഞ്ഞു. ഞാനങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാനില്ലേ? ഒരു ഹോം നേഴ്സ് ഇങ്ങനെ പിണങ്ങി മാറി നിൽക്കാൻ പാടുണ്ടോ? എൻ്റെ കാര്യം നോക്കാനല്ലേ താനിവിടെ നിൽക്കുന്നേ? ലിയോൺ മുഖം വീർപ്പിച്ച് പറഞ്ഞത് കേട്ട് കാർത്തികയ്ക്ക് ചിരി വന്നു. എങ്കിലും അവളത് മറച്ചു പിടിച്ചു. അപ്പം അറിയാലേ സാറിന് ഞാനിവിടെ വന്നിരിക്കുന്ന സാറിൻ്റെ കാര്യങ്ങൾ നോക്കാനാണെന്ന്. അപ്പം എന്നോട് കുറച്ച് മര്യാദക്കൊക്കെ സംസാരിക്കാം സാറിന്. പിന്നെ സാറിൻ്റെ ആവശ്യങ്ങൾ സാറിന് എന്നോട് പറയാം. അല്ലാതെ ആട്ടിലും മാടിച്ചേൽപ്പിക്കലൊന്നും വേണ്ട. സാർ ഒരു പേഷ്യൻ്റാണ്, അത് ഓർമ്മ വേണം. മനസ്സിലായോ? അവൾ കുറച്ച് ഗൗരവത്തിൽ അവനോട് പറഞ്ഞതും അവൻ ചെറുതായെന്ന് മൂളി. ഇനി പറ, സാറിന് എന്താ വേണ്ടത്? അവളൊരു ചിരിയോടെ കൈകെട്ടി അവനോട് ചോദിച്ചു. എനിക്ക് വിശക്കുന്നു, അവൻ മുഖം താഴ്ത്തി പറഞ്ഞു. അത്രേ ഉള്ളൂ, തട്ടി തെറിപ്പിച്ച് കളയില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പോയി ഫുഡായിട്ട് വരാം. എന്താ അത് കഴിക്കാവോ? അവനൊന്നും മൂടി. എന്താ പറഞ്ഞത്? കേട്ടില്ല ഞാൻ. തികട്ടി വന്ന ചിരിയോട് അവൾ വീണ്ടും ചോദിച്ചു. ഞാൻ കഴിച്ചോളാന്ന് അവനിത്തിരി ഒച്ചയിൽ കടുപ്പത്തിൽ പറഞ്ഞു. അവളൊരു ചിരിയോടെ തലയാട്ടിക്കൊണ്ട് റൂമിന് പുറത്തേക്ക് പോയി. അവൾ പോയി കഴിഞ്ഞതും ലിയോണിന്റെ മുഖം വിടർന്നു. ചുണ്ടിലെവിടെയോ ചിരിമിന്നി. നീയ രാവിലെ എഴുന്നേൽക്കാൻ കുറച്ച് ലേറ്റായി. രാത്രിയിൽ ഓരോന്നാലോചിച്ച് കിടന്നുറങ്ങിയില്ലെന്ന് വേണം പറയാൻ. കുളി കഴിഞ്ഞ് ഫ്രഷായി വന്നപ്പോൾ കണ്ടു ഡൈനിങ് ഹാളിലിരുന്ന് കഴിക്കുന്ന വിനുവിനെയും അവനടുത്ത് നിൽക്കുന്ന സാറമ്മയെയും. അവളുടെ കണ്ണുകൾ ചുറ്റുമൊന്ന് നോക്കി. സാധാരണ വെളുപ്പിനെ വന്ന് കുഞ്ഞിനെടുക്കുന്ന ആളെ ഇന്ന് മുറിയിലേക്ക് കണ്ടില്ല. ഇന്നലെ ഒരുപാട് കളിച്ച് നടന്നത് കൊണ്ട് കുഞ്ഞിപ്പെണ്ണ് സുഖമായി ഉറങ്ങാണ്. ഇടയ്ക്കൊന്നും അവൾ എഴുന്നേറ്റില്ല. നീ ഇതാരാ നോക്കുവാ നീയാ? വാ, വന്നിരുന്ന് കഴിക്ക്. സാറ പറഞ്ഞത് കേട്ടതും അവൾ വേഗം കഴിക്കാനായി ചെന്നിരുന്നു. അല്ല, എല്ലാവരും കഴിച്ചു സാറമ്മേ. അവൾ ആൽബിയെ പറ്റി അറിയാനായി സാറയോട് ചോദിച്ചു. നീ ആരുടെ കാര്യമാണ് തിരക്കുന്നതെന്ന് വിനുവിനും സാറക്കും മനസ്സിലായെങ്കിലും അവരൊന്നും മിണ്ടാതെ ചിരിയോടെയിരുന്നു. മോളെ, എല്ലാവരും കഴിച്ചു. പിന്നെ ആൽബി കഴിച്ചില്ല. അവൻ രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായി പോയി. എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ അത്യാവശ്യമുണ്ട്, ഓഫീസിലേക്കാണെന്ന് മാത്രം പറഞ്ഞു. എന്തോ ആൽബിയുടെ മുഖമൊക്കെ ഒരുമാതിരി ദേഷ്യം പോലെ വല്ലാതിരുന്നു. അതുകൊണ്ട് ഞാനും കൂടുതലൊന്നും ചോദിച്ചില്ല. സാറ പറഞ്ഞു നിർത്തിയത് നീയുടെ ഉള്ളൊന്ന് കാളി. ഇന്നലെ മുഴുവൻ ഇറക്കി പിടിച്ച മുഖവുമായാണ് ഈ ചയം നടന്നത്. രാത്രി ശിവേട്ടൻ്റെ ഒപ്പം ഫ്ലാറ്റിലായിരുന്നു. എപ്പോഴാണ് തിരിച്ചിങ്ങോട്ട് വന്നതെന്ന് കൂടി അറിയില്ല. ശിവകിഷോറിന്റെ കാര്യം പറഞ്ഞത് അവൾ ഓർത്തതും മനുവിന്റെ കാര്യത്തിൽ ആൽഫി എന്ത് ചെയ്യുമെന്ന് പേടി അവളുടെ ഉള്ളിലെടുത്തു. നീ ഓഫീസിലേക്ക് ഓടിയെത്തിയതും ആദ്യം നോക്കിയത് മനുവിന്റെ സീറ്റിലേക്കാണ്. അയാളവിടെ കാണാതായതും അവളുടെ കണ്ണുകൾ പരിഭ്രമത്താൽ ആൽഫിയുടെ ക്യാബിനിലേക്ക് ഓടി. എന്നാൽ അതും ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. നീയാ യാരെ തേടുറങ്ങ നീ? അപ്പോഴാണ് മനുവിന്റെ കൂട്ടുകാരൻ സെൽവം അവൾക്കടുത്തേക്ക് വന്ന് ചോദിച്ചത്. അത് വന്ന് സെൽവ, മനസാർ എവിടെ? ഇതുവരെ വന്നില്ലേ? ടൈം ആങ്ങതേ ഉള്ളൂ നീയാ. പിന്നെ അവൻ്റെ കാറ് വർക്ക്ഷോപ്പിലായിരുന്നു, അത് ഇന്ന് പോയി എടുത്തിട്ട് അതുകൊണ്ട് വേറൊന്ന് പറഞ്ഞിരുന്നു. എന്താടോ, അവനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു ചെറിയ ചിരിയോടെ സെൽവൻ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ സീറ്റി കാണാത്തോണ്ട് ചുമ്മാ ചോദിച്ചതാ. എന്നാ ഞാനോട്ട് പോട്ടെ. നീ ഒരു വെപ്രളാത്തോടെ പറഞ്ഞിട്ട് നേരെ ആൽഫിയുടെ ക്യാബിനിലേക്ക് പോയി. സെൽവത്തിൻ്റെ മുഖം വിടർന്നു. മനുവിന് നീയെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവനറിയാം. അതുകൊണ്ട് നീ മനുവിനെ അന്വേഷിക്കുന്ന കാര്യം മനു വന്നാൽ അവൻ പറയാൻ തീരുമാനിച്ചു. ബാത്റൂമിൽ നിന്നും പെട്ടെന്ന് ഇറങ്ങി ക്രിസ്റ്റീനെ ക്ലോക്കിലേക്ക് നോക്കി. സമയം 10:15. ഷോ, ഇത്രയും നേരം പോയോ? അവൾ സ്വയം തലക്കടിച്ച് വേഗം മുടി ചീകി ഓഫീസിൽ പോകാനായി ഒരുങ്ങിയിറങ്ങി. അവൾക്ക് തല നല്ലതുപോലെ പെരുക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ നൈറ്റ് ക്ലബിൽ പോയിട്ട് ഇന്ന് വെളുപ്പിന് 2 മണിക്കോ 3 മണിക്കോ മറ്റോ ആണ് വന്നു കയറിയത്.
മമ്മയെ വിളിച്ചേൽപ്പിച്ചുകൊണ്ടാണ് കഥക് തുറന്ന് അകത്തേക്ക് കയറിയത്. ഇന്നലത്തെ ഹാങ് ഓവർ ഇപ്പോഴും മാറിയിട്ടില്ല. അവൾ തന്റെ തലയിൽ നാഞ്ഞു കുടഞ്ഞു. വേഗം തന്നെ ഹാൻഡ് ബാഗും ലാപ്ടോപ്പും എടുത്ത് മുറിയിൽ നിന്ന് താഴെ ഹാളിലേക്ക് ഇറങ്ങിച്ചെന്നു. ഇപ്പോഴാണോ ക്രിസ്റ്റീന ഓഫീസിൽ പോകുന്നേ? ഡൈനിങ് ഹാളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന എബ്രഹാം ക്രിസ്റ്റീനയെ കണ്ട് കുറച്ച് കടുപ്പത്തിൽ ചോദിച്ചു. അത് എബിയെങ്കിൽ കുറച്ച് അത്യാവശ്യം ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. അത് ഇന്നലെ രാത്രി മുഴുവൻ നിന്ന് നോക്കിയപ്പോൾ ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല. അതാ രാവിലെ എഴുന്നേക്കാൻ ലേറ്റായത്. വായിൽ വന്നൊരു കള്ളം അവൾ തപ്പിത്തടഞ്ഞ് പറഞ്ഞതും എബ്രഹാം ഒന്ന് അമർത്തി മൂടി. എന്നാൽ അവൾ പറഞ്ഞത് പച്ച കള്ളമാണെന്ന് അയാൾക്കടുത്ത് നിന്ന് അനുവിനും മനസ്സിലായി. ക്രിസ്റ്റീനെ കുടിച്ച് ലക്ക് കെട്ട് ഇന്നലെ വന്നു കയറിയതും ജെസ്സി അവളെ താങ്ങിപ്പിടിച്ച് മുറിയിൽ കൊണ്ട് കിടത്തിയതൊക്കെ അനു കണ്ടിരുന്നു. ചേച്ചി ദാ കോഫി കുടിക്ക്, ഇന്നലത്തെ ക്ഷീണം അങ്ങ് മാറട്ടെ. ക്രിസ്റ്റീനക്ക് നേരെ ഒരു കപ്പ് കോഫി നീട്ടിക്കൊണ്ട് അനു പറഞ്ഞതും അവളൊരു പകപ്പോടെ അനുവിനെ നോക്കി അവളുടെ കയ്യിൽ നിന്നും ആ കോഫി വാങ്ങി പിടിച്ചു. ക്രിസ്റ്റീനക്ക് അനു കൊടുത്ത കോഫി കുടിക്കാൻ ഒരു മടി തോന്നി. അവളോടുള്ള പേടി തന്നെയാണ് കാരണം. എന്താ ചേച്ചി കോഫി കുടിക്കാത്തത്? എന്താ പേടിയാണോ? അനു പെട്ടെന്ന് ചോദിച്ചതും ക്രിസ്റ്റീനൊന്ന് ഞെട്ടി അവളെ നോക്കി. ഏയ് അല്ല, ഞാൻ കുടിക്കാൻ തുടങ്ങുമായിരുന്നു. ക്രിസ്റ്റീനൊന്ന് വിക്കി പറഞ്ഞു. അനുരു ചിരിയോട് അവളുടെ അരികിലേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു. എന്താ ചേച്ചി, കോഫിയിൽ ഞാൻ മലന്ന് കലക്കൊന്ന് പേടിയാണോ? അനുപതി അവളോട് പറഞ്ഞു. ക്രിസ്റ്റീനെ കണ്ണും തള്ളിയോടെ നോക്കി. ഏയ് എങ്കിൽ പേടിക്കണ്ട, ഈ കോഫിയിലൊന്നുമില്ല. ഈ കോഫിയിൽ വിമ്മ് കലക്കുക, നടക്കുന്ന വഴിയിൽ എണ്ണ ഒഴിക്കുക, ഇതൊക്കെ പഴയ രീതികളല്ലേ ക്രിസ്റ്റീന ചേച്ചി. ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അതൊക്കെ വളരെ ചീപ്പാ. 10 തന്നാൽ തിരിച്ച് 100 കൊടുക്കണം എന്നല്ലേ പറയാറ്. അതുകൊണ്ട് നിന്റെ കട ഞാൻ ഉടനെ വീട്ടും. നീ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുമോളെ. ക്രിസ്റ്റീനയുടെ കണ്ണിലേക്ക് തന്നെ ഉറ്റുനോക്കി അനു അത് പറഞ്ഞതും ക്രിസ്റ്റീന അറിയാതെ മുന്നിട്ടിറക്കിപ്പോയി. അല്ല മോളിതുവരെ പോയില്ലേ? പെട്ടെന്ന് അടുക്കളയിൽ നിന്നും അങ്ങോട്ട് വന്ന് ജെസ്സി ചോദിച്ചതും ഞാൻ ഇറങ്ങുവാ. കയ്യിലെ കോഫി ഒരു സിപ്പ് കുടിച്ച് കപ്പ് മേശപ്പുറത്തേക്ക് വെച്ച് ക്രിസ്റ്റീന വെളിയിലേക്ക് ഓടി. അവളുടെ പേടിച്ചരണ്ട ഓട്ടം കണ്ട് അനുവിന്റെ ചുണ്ടിലൊരു പൂച്ചച്ചിരി വിരിഞ്ഞു.